ഡോക്ടറായിട്ട് തന്നെ വെക്കണം, പോലീസുകാരനായിട്ട് തന്നെ വെക്കണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പറയാൻ വലിയ കഷ്ടമാണ്. എന്താ പറയുക, ഇത് ചെയ്യാൻ 1,00,000 ആൾക്കാർ വേറെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീൽഡിലും വേറെ കമ്പനീസ് ഉണ്ട്, വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളെ പിന്നാലെ നിർത്തിയാൽ ഞാൻ പാലക്കാട് എന്തെങ്കിലും ബിസിനസ് ചെയ്തിരിക്കും, ഞാൻ ഇന്നിവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിത് എൻ്റെ കുട്ടികളോട് പറഞ്ഞത് ഞാൻ വെറുതെ പറയല്ല, ഓരോ സ്കൂളിൽ പോയി പറയുന്ന കാര്യം ഞാൻ ഇവിടെ പറയാം. ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ആളും സ്പെഷ്യലാണ്. എവറി സിംഗിൾ പേഴ്സൺ, ഈ കൊച്ചുമോൻ ഇവിടെ ഇരിക്കുന്നില്ലേ, സ്പെഷ്യലാണ്. ആ സ്പെഷ്യാലിറ്റി എന്താണ്, കഴിവ് എന്താണെന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിങ്ങളുടെ അടുത്ത വീട്ടുകാർക്കോ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഭർത്താവിനോ മകനോ ഒക്കെ നിങ്ങൾ നന്നാവണമെന്നുണ്ടോ? നാടിന് നിങ്ങൾ നന്നാവണമെന്നില്ല കേട്ടോ. ഞാൻ നന്നാവണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഞാനാണ്. അപ്പോൾ നിങ്ങൾ നന്നാവണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അവൻ സഹായിച്ചില്ല മറ്റേ നടക്കൂല. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയത്. ഇന്നും എനിക്കറിയാം, എൻ്റെ 1-2 സുഹൃത്തുക്കളും എൻ്റെ കുടുംബക്കാരും അല്ലാതെ ഞാൻ ഉയരങ്ങളിൽ എത്തണമെന്ന് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാരും ഉണ്ടാവില്ല. ഉയരത്തിൽ എത്തിക്കോട്ടെ പറയുന്ന കുറച്ച് നല്ലവരും ഉണ്ടാവും, പക്ഷെ അതിനുവേണ്ടി നമുക്ക് ആരും ഒന്നും ചെയ്തു തരില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ടൈം യൂസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആവുന്ന സമയത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന വലിയ കാര്യങ്ങളാണ്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഞാൻ എന്തെങ്കിലും ഈ പ്രൊഫഷണലായിട്ടുണ്ടെങ്കിൽ ഞാൻ 101% ഇത് എൻജോയ് ചെയ്തതുകൊണ്ടാണ്. ഇത് ചെയ്യണമല്ലോ, ഇതിപ്പോൾ എങ്ങനെയെങ്കിലും അടുത്ത മാസത്തെ EMI അടയ്ക്കാൻ വേണ്ടിയിട്ടെങ്കിലും വെക്കണമല്ലോ എന്ന് ആലോചിച്ചാൽ നടക്കൂല. നമുക്കിത് ചെയ്യുന്നതിനോട് രസവും ഇഷ്ടവും ഒരു ടീം സ്പിരിറ്റും രസവും തോന്നിയാൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇത് എൻജോയ് ചെയ്യും. അത് ഇന്ന പ്രൊഫഷനല്ല, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ 80 years ആവാൻ പോകുന്നുണ്ട്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ആ പൈസ ആവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അച്ഛൻ എൻജോയ് ചെയ്യുന്നു. ഞങ്ങളാണ് പറഞ്ഞത് രാത്രി ആവേണ്ട 80 വയസ്സാവാറായി, രാത്രി ഡ്രൈവ് ചെയ്ത് പോകേണ്ട പറഞ്ഞിട്ട് ഉച്ച വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നും അച്ഛനെ തിരഞ്ഞ് 50 കൊല്ലം മുമ്പുള്ള പേഷ്യൻസ് ഓടി വരുന്നുണ്ട്. അച്ഛൻ ആ സന്തോഷമാണ്, ആ ഒരു ഇതാണ്. അതേ തന്നെ ബിൽഡപ്പ് എ വണ്ടർഫുൾ കരിയർ ഫോർ ഓൾ യുവേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരും, ഞാൻ എൻ്റെ ഡ്രീമിന് പിന്നാലെ ഇനി പോകാനുണ്ട് കേട്ടോ. മമ്മൂട്ടി മോഹൻലാലൊക്കെ ആവണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്ത് ഒരു ഓസ്കർ അവാർഡ് കിട്ടിയാലും കൊള്ളാമെന്നുണ്ട്. സ്വപ്നങ്ങൾക്ക് അതിരേ ഇല്ല. ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ക്ലാസ്സസ് തന്നാലും, എത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംസാരം കേട്ടാലും, എത്ര നല്ല ആൾക്കാർ വന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നാലും, നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. സോ യു ഡിസൈഡ് ദാറ്റ് യു നീഡ് എ വണ്ടർഫുൾ ലൈഫ്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം, നിങ്ങൾ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. ഇത്ര നേരം സംസാരിക്കാൻ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു സോ മച്ച് ലിജി. ലിജി ഒരു എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞാനിവിടെ വന്നത് ഒരു ഗസ്റ്റായിട്ടോ ഒന്നുമല്ല, ആസ് എ ഫ്രണ്ട് ഞാൻ വന്നതാണ്. പിന്നെ ഞാൻ പാലക്കാട്ടുകാരനാണ്. അത് എവിടെ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ പാലക്കാട്ടുകാരൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് ഒരു പാലക്കാട്ടുകാരന് നിങ്ങളുടെ ഉള്ളിൽ ഒരാളായിട്ട്, ഞാനൊരു ഫ്രണ്ടായിട്ടാണ് എത്തുന്നത്. ഞാൻ എൻ്റെ പ്രൊഫഷൻ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും കൂടുതൽ അവര് മാത്രമല്ല, വേറെ കുറേ ഡാൻസേഴ്സും വില്ലനൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ള വിശ്വാസമുണ്ട്. നിങ്ങൾക്കും എല്ലാവിധ സക്സസ്സും ഞാൻ എന്താ പറയുക, ഐ ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് യു മേക്ക് ഇറ്റ് ബിഗ്. ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിക്കും. താങ്ക് യു സർ. കുറച്ചു നേരം കൂടി ഞങ്ങളെ ഒന്ന്